വന്യജീവി പ്രശ്നം നേരിടുന്ന ഇടുക്കി നീണ്ടപാറയിൽ ജെയിനസ് രാജു കർഷകർക്കൊപ്പം നമുക്കൊപ്പം ചേരുകയാണ്. നമുക്ക് ജെയിനോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ്, കാരണം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വയനാട്, ഇടുക്കി രണ്ട് ജില്ലകളിലുമാണ് ഈ വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്, മനുഷ്യജീവൻ നഷ്ടമാകുന്നത്. അവിടെയുള്ള കർഷകരെ സംബന്ധിച്ച് അവർ അത്രയധികം പ്രയാസപ്പെടുന്നുണ്ട്, അവരുടെ ജീവിതം വലിയ ദുരിതത്തിലാണ്. അവർക്ക് പറയാനുള്ളത് എന്താണ് ജെയിൻ? ആര്യ, തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയിൽ എല്ലാ താലൂക്കുകളിലും ഒരല്പം കുറവുള്ളത് തൊടുപുഴ താലൂക്കിൽ മാത്രമാണ്. ബാക്കി എല്ലാ താലൂക്കുകളിലും അതിശക്തമായിട്ടുള്ള കാട്ടാന ശല്യമുണ്ട്. കാട്ടാനകൾ മാത്രമല്ല, കടുവയും പുലിയും ഒക്കെ പല സ്ഥലത്തും കർഷകരുടെ വളർത്തുജീവികളെ അടക്കം ആക്രമിച്ച് അവർക്ക് നഷ്ടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നീണ്ടപാറയാണ്. നീണ്ടപാറയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസമാണ്, ഏതാണ്ട് ഒരു മാസം 1.5 മാസം മുമ്പാണ്, നമുക്കറിയാം, ചെമ്പൻകുഴിയിൽ കാട്ടാന ഒരു പന മറിച്ചിടുകയും അവിടെ ഒരു വിദ്യാർത്ഥിനി മരണപ്പെടുകയും ചെയ്തിരുന്നു. അതിനു മുമ്പ് ഇതിന് സമീപത്താണ് കാഞ്ഞിരവേലിയുള്ളത്. കാഞ്ഞിരവേലിയിലും ഇതേപോലെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണം സംഭവിച്ചിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് നീണ്ടപാറയിലാണ്. ഇത് മറ്റൊരു കാട്ടാന ശല്യം നേരിടുന്ന, അതിരൂക്ഷമായി നേരിടുന്ന ഒരു പ്രദേശമാണ്. തൊട്ടടുത്ത് പെരിയാറാണ്. പെരിയാർ കടന്ന്, പെരിയാറിൻ്റെ അപ്പുറത്ത് വനമാണ്, അവിടെ നിന്ന് കടന്ന് ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു സ്ഥലമാണ്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഇവിടുത്തെ സാഹചര്യം എന്ന് വെച്ചാൽ 2023 സ്ഥിരം കാട്ടാന ശല്യം ഏറ്റവും കൂടുതൽ രൂക്ഷം ഉള്ള ഒരു പ്രത്യാവസ്ഥ വയ്ക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൂടാതെ പന്നി, കുരങ്ങ, മലയണ്ണാൻ എന്നു വേണ്ട എല്ലാ മൃഗങ്ങളുടെയും ശല്യം ഏൽക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശത്ത്. ഈ പ്രദേശത്ത് 27 ആന വരെ ഓടിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. പല സമരം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചില നേട്ടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഫെൻസിങ് ഇടാനുള്ള ഇതിൻ്റെ അനുസരിച്ചാണ് അതിൻ്റെ ഒരു നബാഡിൽ നിന്ന് ഫണ്ടൊക്കെ അനുവദിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോഴും ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെയും എൻ്റെ മുറ്റത്ത് വരെ ആന വന്നിച്ച് പോയി. മേളിൽ കയറി ഒരു പ്ലാവിലുണ്ടാകുന്ന ചക്കം മൊത്തം ഇട്ട് വന്നിച്ച് പോയി. നിരന്തരം ആനശല്യം. ഇപ്പോഴും അക്കരെ ആനയുണ്ട്. ഇപ്പോൾ ഇപ്പോൾ 2 പേരും മരിച്ചെന്ന് പറഞ്ഞില്ലേ, അതിനുശേഷമാണ് നമ്മുടെ മുള്ളിരിങ്ങാടി 21 ചെറുപ്പക്കാരുടെ ആന അടിച്ചു വന്നു. അത് ഈ സ്ഥലമായിട്ടൊക്കെ വലിയ ദൂരമൊന്നുമില്ല, എല്ലാം അടുത്തടുത്താണ്. ഇത് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചെന്നാൽ അതിന് വ്യക്തമായിട്ടൊരു കാരണം പറയാം. ഇപ്പം എനിക്കോ നിങ്ങൾക്കോ ആവുന്നില്ല. ഇത് എടുക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് പോലുള്ള ഇരിക്കുന്ന ആൾക്കാരാണ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരിന് ഒരു പരിധി ഉണ്ടെന്ന് നമുക്ക് വെക്കാം. കേന്ദ്ര ഗവൺമെൻറ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിനകത്താണെങ്കിലും ഈ ആനശല്യത്തിനും ഈ കാട്ടുമൃഗ ശല്യത്തിനുമെതിരെ ഫണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു നയാ പൈസ പോലും അനുവദിച്ചിട്ടില്ല. അതുപോലെ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു പ്രത്യേക ഇത് അനുവദിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അന്നേരം ഇത് ആലോചിക്കേണ്ട കേസായിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാന സർക്കാരിനോട് നിന്ന് സംസ്ഥാന സർക്കാരിന് ഇവരുടെ കവച്ചു വെച്ചൊരു തീരുമാനത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഈ സർക്കാരുകൾ കൃത്യമായിട്ട് ഇടപെടണം. ഇവിടെ ഇപ്പോൾ സോളാർ ഫെൻസിങ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്ര നാളായി ഈ മറ്റേ സോളാർ ഫെൻസിങ് തീരുമാനിക്കാനായിട്ടുണ്ട്? പക്ഷെ എന്നാലും ഇതിന്റെ കാലുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അത് ഒരു 2 മാസമായിട്ട് ഇന്ന് വരെ ഒരു തീരുമാനം ആയിട്ടില്ല. കുറെ കാലുകൾ വരെ കുഴിച്ചിട്ടിട്ടുണ്ട്. കാലുകൾ ഞാൻ കാണിച്ചു തരാം. ഇരിക്കുന്നതാണ് കാലുകൾ. ഇതാണ് കാലുകൾ. ഈ കാലുകളാണ് ചെയ്യുന്നത്. ഈ ഇപ്പോൾ പറഞ്ഞ ഈ പീതാംബരൻ എന്ന് പറഞ്ഞ ആൾ ആനമോഹത്തേക്ക് ശ്രമിച്ച ആളാണ്. ഈ ആനശല്യം കാരണം മാത്രം 2 പ്രാവശ്യം അതിനകത്ത് കയറി. ഒരു പ്രാവശ്യം പുള്ളി ഫോറസ്റ്റ് ഓഫീസിൽ പോയിട്ട് ധർണ ചെയ്ത ആളാണ് പുള്ളി. ഇവിടെ ഇപ്പോൾ സോളാർ ഫെൻസിങ് സ്ഥാപിക്കുന്നതിനായിട്ട് കാല് കുറ്റിയിട്ടിട്ടുണ്ട്. പക്ഷെ ആ പദ്ധതി വേണ്ട വിധത്തിൽ വേഗത്തിൽ മുന്നോട്ട് പോകുന്നില്ല. ഇപ്പോൾ ഈ പ്രദേശത്തുള്ള സ്ത്രീകൾ കൂടിയുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ആനയെ പേടിച്ചിട്ട് പുറത്തിറങ്ങാതിരിക്കുകയാണോ? അതെ, ഞങ്ങളുടെ വീട്ടിലൊക്കെ 2-3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ആന ഞങ്ങളുടെ മുമ്പത്തെ റോഡിൽ കൂടെയൊക്കെ പോയിട്ടുണ്ട്. പിള്ളേർ കാറുമ്പോഴേക്കും പിള്ളേർ പേടിച്ച് വരയ്ക്കാത്ത കയറി വളരെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇതിൽ രക്ഷിക്കാൻ ഈ ഫെൻസിങ് ഇട്ട് എങ്ങനെയെങ്കിലും തീരുമാനം ഉടനെ ഉണ്ടാക്കണമെന്നൊരു ഇതുണ്ട്. ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണോ? അതെ. ഞാൻ ടാപ്പിംഗുകാരിയാണ്. ഞങ്ങൾക്ക് ഒരു 5:30 ആകുമ്പോൾ ജോലിക്ക് പോകണം. അപ്പോൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇറങ്ങി നടന്ന് പോകാനുള്ള ധൈര്യവും തൻ്റെ ഇടമൊന്നും ഇല്ല. ഞങ്ങൾക്ക് ഒറ്റയ്ക്കൊക്കെയാണ് പോകാൻ വരാനൊക്കെ. ഇതിന് മുമ്പ് ചെന്ന് പെട്ടുപോയാൽ നമ്മൾ പോക്കാന്ന് ഉറപ്പാണ്, ഞങ്ങൾക്കറിയാം. അപ്പം ഞങ്ങൾ അയൽക്കാരൊക്കെ വിളിച്ചിട്ട് നിൽക്കുന്നവരെ. ഇപ്പോൾ എപ്പോഴാണ് ടാപ്പിംഗ് തുടങ്ങും? ഇപ്പോൾ ടാപ്പിംഗ് നിർത്തിയേക്കുവാണ്. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കും തുടങ്ങുമല്ലോ. ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും തുടങ്ങും. ഇപ്പോൾ തന്നെ നേരം വെളുക്കുമ്പോൾ 6-6:30 ആകുകയല്ലേ നേരം വെളുക്കുമ്പോൾ. അപ്പം വെട്ട് തിരികെയല്ല. ചേട്ടാ, ഒരു സെക്കൻഡ് ഞാൻ പറയാം. ഈ ഫോറസ്റ്റുകാർ ഇപ്പോൾ വിലക്കേക്കുവാണ്. ഈ ചേച്ചിയൊക്കെ റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന ആളായിരുന്നു. ഇവർ വെളുപ്പിന് 4 മണിക്ക് 5 മണിക്കൊക്കെ റബ്ബർ വെട്ടുന്ന ആളാണ്. ഈ റബ്ബർ വെട്ടാൻ ഫോറസ്റ്റുകാർ വിലക്കേക്കുവാണ് ഇപ്പോൾ.
അതായത് ഇപ്പൊ ഈ കാട്ടാന ശല്യം ഉള്ളത് കൊണ്ട് തന്നെ ഭീഷണി നേരിടുന്നു. അതുകൊണ്ട് ഇപ്പൊ വെളുപ്പിന് ഇറങ്ങണ്ടെന്നാണോ വനം വകുപ്പുകാർ പറഞ്ഞത്? ഇപ്പം നിലവിൽ വെട്ട് നിർത്തിയേക്കുക. മഴയൊന്നും പെയ്തില്ല, പാല് കുറവായിരുന്നു വെട്ട് നിർത്തിയേക്കുക. പക്ഷേ ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണിത്. ഞങ്ങൾക്കിത് വനം വകുപ്പ് അങ്ങനെ പറഞ്ഞോ പുറത്തേക്ക് ഈ വെളുപ്പിന് പോയി വെട്ടരുതെന്ന്? വെട്ടയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരു അയലക്കത്തുള്ളവരും പറയും പോകരുത്, അപകടമല്ലേ. സുരക്ഷയോടെ കരുതിയിട്ടായിരിക്കും അത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികളടക്കമുള്ളവരുണ്ട്. നിങ്ങളൊക്കെ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതാണോ? അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു എന്താണ് മനസ്സിൽ? അവർക്ക് ഭയങ്കരമായിട്ടും പേടിയാണ്. രാത്രിയാകുമ്പോൾ ഉറങ്ങുമ്പോഴൊക്കെ പേടിയാണെന്നാണ് അവർ പറയുന്നത്. അവർക്ക് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല രാത്രിയായി കഴിഞ്ഞാൽ. ഭയങ്കര പേടിയാണ്. സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ വീടിന്റെ മുറ്റത്ത് വരെ വണ്ടി സ്കൂൾ ബസ് വരുമോ? ഇല്ല, നമുക്ക് കയറി പോകണം, കുറച്ച് വഴി കയറി പോകണം. അവർക്കൊക്കെ പേടിയാണെന്നാണ് പറയുന്നത്. ആനയെ പേടിയുണ്ടോ? എന്തായാലും ഈ പ്രദേശത്തെ ഒരു സാഹചര്യമാണ്. ആളുകളെല്ലാം ഭയപ്പാടിൽ ജീവിക്കുകയാണ്. കാട്ടാന തീർച്ചയായിട്ടും ഏത് സമയത്തും ഈ പ്രദേശത്തേക്ക് കടന്നു വരും. അതിന് രാത്രിയും പകലും എന്നില്ല, ഏത് സമയത്തും കാട്ടാനകൾ വരുന്ന ഒരു പ്രദേശമാണ്. സോളാർ ഫെൻസിങ് സ്ഥാപിക്കണം എന്ന് പലതവണ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ആ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതിക്ക് വേണ്ടത്ര വേഗം പോരാ എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു പരാതി. ഇനിയിപ്പോൾ വേനൽ കടുക്കുകയാണ്. നമുക്കറിയാം പെരിയാറിൽ അധികം വെള്ളമില്ല. അപ്പോൾ സ്വാഭാവികമായും വനത്തിൻ്റെ അകത്തും അധികം വെള്ളമുണ്ടാകില്ല. അപ്പോൾ ആനകളെല്ലാം ഇതിന് സമീപത്തേക്ക് എത്തി വെള്ളം കുടിക്കുന്നതിനും മറ്റുമായി എത്തുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ജയൻ, എന്തായാലും അവിടെയുള്ള ആളുകൾ ഭീതിയിലാണ് ഓരോ നിമിഷവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. കർഷകരെ സംബന്ധിച്ച് അവരുടെ ജീവനും ജീവനോപാധിക്കും ഒക്കെ വലിയ പ്രതിസന്ധിയായി മാറുന്നുണ്ട് ഈ വന്യമൃഗങ്ങൾ.